ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടി. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുക. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് ബോധ്യപ്പെടുത്തും, നിങ്ങളെ ആ രീതിയിൽ നയിക്കും. ഈശോയ്ക്ക് പകരം നിൽക്കാൻ ഒരു വ്യക്തിയുണ്ടെന്ന ഈശോ ശിഷ്യന്മാരോട് പറയുക. ഈശോ ഈ ലോകത്തിൽ നിന്ന് പോകാറായി എന്ന് പറഞ്ഞു വരുമ്പോൾ, പരസ്യജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞു വരുമ്പോൾ ശിഷ്യന്മാർ കുറച്ച് സങ്കടത്തിലൊക്കെ അസ്വസ്ഥതയിൽ അവരോ പറയുകയാണ്, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, നിങ്ങൾക്കൊരു സഹായകനെ നൽകും. ഈശോയുടെ നിറസാന്നിധ്യമാണ് പ്രിയ സഹോദര സഹോദരി, നിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മ. ഈ ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഈ ആത്മാവിന് വേണ്ടി ദാഹിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണേ. ഈ വ്യക്തിയുടെ ജീവിതം വലിയ അനുഗ്രഹമായി തീരട്ടെ. നീ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതനായി ജീവിക്കുവാൻ ഈ വ്യക്തിയെ നീ സഹായിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ അനുഗ്രഹവും നൽകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.